ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വചനം. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോയി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷമായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. എന്നിട്ട് അവർ വായിക്കുക, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗിയെ സൗഖ്യമാക്കണം, ആദിയായ കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു സ്വർഗാരോഹണം ചെയ്യുക. യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ യേശു എന്തു പഠിപ്പിച്ചോ അതനുസരിച്ച് അവരെ സുവിശേഷം അറിയിക്കാനിറങ്ങി. അപ്പോൾ നടന്നൊരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവ് അവരോട് കൂടെ നടന്ന് പ്രവർത്തിച്ചു. ആ ഒരു പദമാണ് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്നത്. നിന്റെ കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഇന്നലകളിൽ നീ തൊട്ടടവും നിന്നടവും ഒക്കെ നിനക്ക് പരാജയമായെങ്കിൽ ദൈവം സംസാരിക്കുക, നിന്റെ പ്രവർത്തന മേഖലയിൽ നിന്നോട് കൂടെ ദൈവം ചലിക്കാൻ പോകും. എന്നിട്ട് അവിടെ നടന്ന കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകും. അപ്പൊ കർത്താവ് കൂടെ നടന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, ഇന്നലകളിൽ ശുശ്രൂഷയാകട്ടെ, ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, ഭാവിയാകട്ടെ, വിജയിക്കാതെ പോയ ആരെയൊക്കെയോ കർത്താവ് തൊടുക. ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ദൈവം ചലിക്കാൻ ആഗ്രഹിക്കും. നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കൂടെ നടന്ന് പ്രവർത്തിക്കണമേ. നീ പരാജയപ്പെട്ട ചില ഫീൽഡുകൾ, പരാജയപ്പെട്ട ചില മേഖലകൾ, പരാജയപ്പെട്ട ചില അനുഭവങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച് നിനക്ക് വിജയമാക്കി തരാൻ പോകുകയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവെ എൻ്റെ കൂടെ വന്ന് ഒന്ന് പ്രവർത്തിക്കണം. കണ്ണുകളെ അടച്ച് ആ കരകളൊന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ ഇറങ്ങണം. പല അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം തന്നിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ അവർക്ക് അടയാളങ്ങൾ കൊടുക്കണം. അങ്ങയുടെ വചനം ജനഹൃദയങ്ങൾ ഉറപ്പിക്കപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവം കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു.